2026 മാർച്ച് 30-ന് തളപതി വിജയ് ചെന്നൈ പെരമ്പൂരിൽ അദ്ദേഹത്തിന്റെ നോമിനേഷൻ ഫയൽ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഏപ്രിൽ 2-ാം തീയതി തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ നോമിനേഷൻ ഫയൽ ചെയ്യുന്നതാണിത്. 2024 ഫെബ്രുവരി 2-ാം തീയതി പാർട്ടി രൂപീകരിച്ചത് മുതൽ ഇന്ന് വരെ വിജയുടെ ഭാഗത്തു നിന്നും പരാജയത്തിന്റെ ഒരു സംശയം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏപ്രിൽ 23-ാം തീയതി സംഭവബഹുലമായ ഇലക്ഷൻ ആയിരുന്നു നടന്നത്. യങ്സ്റ്റേഴ്സ് ഇത്രയധികം ഇൻവോൾവ് ആയ മറ്റൊരു ഇലക്ഷൻ ചിലപ്പോൾ നടന്നിട്ടുണ്ടാകില്ല. മെയ് 4-ാം തീയതി റിസൾട്ട് വന്നപ്പോൾ ചരിത്രം തിരിച്ചു കുറിച്ചുകൊണ്ട് 108 സീറ്റ് നേടി TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി. ഒരുപക്ഷെ ഇലക്ഷൻ ദിവസം കൃത്യമായി ബൂത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്തത് കൊണ്ട് വിജയ്ക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ അവരുടെ സോഷ്യൽ മീഡിയ വഴി വീഡിയോ ചെയ്തിരുന്നു. ആ വോട്ട് കൂടി നേടിയിരുന്നെങ്കിൽ TVKക്ക് കൂടുതൽ സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ സർക്കാർ രൂപീകരിക്കാനായി ആദ്യമായി വിജയ് ഗവർണറെ കാണുന്നു. 118 എന്ന കേവല ഭൂരിപക്ഷം പൂർത്തീകരിക്കാതെ ഇങ്ങോട്ട് വരണ്ട എന്ന് ഗവർണർ. രണ്ടാമതും മൂന്നാമതും വിജയ് ഗവർണറെ കാണുന്നു. നോ രക്ഷ. അവസാനം 120 എന്ന നമ്പറുമായി വിജയ് വീണ്ടും 4-ാം തവണ ഗവർണർ അടുത്തേക്ക് ചെല്ലുന്നു. ഇത്തവണ ക്ലൈമാക്സ്. 2013-ൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഒരു ഇവന്റിൽ സീറ്റില്ല എന്ന് പറഞ്ഞ് 4-ാമത്തെ റോയിലേക്ക് തള്ളിവിട്ട ജോസഫ് വിജയ് ഇന്ന് 2026 മെയ് 10-ാം തീയതി അതേ സ്റ്റേഡിയത്തിൽ വെച്ച് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ജോസഫ് വിജയനും ഞാൻ ഇനിയുള്ള 5 വർഷം തമിഴ്നാട് കാണാത്ത രീതിയിലുള്ള ഒരു ഗംഭീര ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ മറ്റ് പാർട്ടികളുടെ ഭാവി ഒരു ചോദ്യചിഹ്നം തന്നെയാണ്.